എല്ലാ ജനാധിപത്യ വിശ്വാസികളും അറിയുന്നതിലേക്കായി സുരേഷ് ഏട്ടൻ മലപ്പുറത്ത് നിന്ന് പ്രസിദ്ധിപ്പെടുത്തുന്നത്. ഇതുപോലെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് 2009 ഏപ്രിൽ 24 ഞാൻ സമരത്തിനിരുന്ന വിഷയമുണ്ടായത്. 2009 ഏപ്രിൽ 24 ഞാൻ മലപ്പുറം കളക്ടർ ബംഗ്ലാവിൻ്റെ മുമ്പിൽ സമരത്തിന് എല്ലാ പത്രമീഡിയകളും അറിഞ്ഞിട്ടുണ്ട്. അന്ന് നൽകിയ പരാതിയുടെ എത്രാമത്തെ വർഷമാണ് ഞങ്ങൾ കണക്കാത്ത അത്രാം തീയതി നൽകി ഇത്രാം തീയതി നൽകി എന്നൊക്കെ ഞാൻ പറയാൻ കഴിയുള്ളൂ. പിന്നെ ഈ കാറ്റും മഴയും വെയിലും കൊണ്ട് കുറേ ദിവസമായി ഇവിടെ നിൽക്കണം. അപ്പോൾ MC മോഹൻദാസ് നമ്മുടെ വഴിക്കടവുകാരനാണ്. അയാൾ ഇത് ചതി അല്ലെങ്കിൽ പറ്റിപ്പ് എന്ന് പറയാം. അപ്പോൾ അതിലാണ് ഞാൻ ഹരിതസേനയുടെ കോർഡിനേറ്ററായിരുന്ന മറ്റേ ഒരു യൂത്ത് ലീഗുകാരുണ്ടായിരുന്നു, ഒരു NSSൻ്റെ മാഷ് നാസർ പറഞ്ഞു. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ കുറേ പൈസ വാങ്ങിയിട്ടൊന്നല്ല, എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ ഒക്കെ എടുത്ത്. അപ്പോൾ അതിൻ്റെ ഉപദ്രവമൊക്കെ ഒന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഞാനാണ് വരുന്നുണ്ട് കുട്ടികളെ. അപ്പോൾ UDFൻ്റെ കലക്ടറായിരുന്നു അയാൾ. പിന്നെ കുറേ പറയാനുണ്ട്, അപ്പോൾ ഒക്കെപ്പാടെ പറയണ്ട. ഉത്തരവാദിത്തപ്പെട്ട ആര്യാടന്മാരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അന്ന്. പിന്നെ മന്ത്രിസഭ അച്യുതാനന്ദം പോയതിനു ശേഷം വന്നത് അവരല്ലേ. അപ്പോൾ സ്വരാജ് മന്ത്രിയാവോ സുരേഷ് മന്ത്രിക്കുമോ എന്നല്ല കാരണങ്ങളെ. നമ്മൾ വഴിക്കടവിലായിരുന്നാൽ പൈസ വാങ്ങാൻ പറ്റും, നിങ്ങൾ ആര് വാങ്ങി തന്നാലും വേണ്ട. ഓക്കെ. 2009 ഏപ്രിൽ 24 എല്ലാ പത്രങ്ങളും നോക്കുന്നുണ്ട്. ഇനി എല്ലാ കോടതിയിലാണ് പോകണമെന്ന് മമ്മൂട്ടി, വിട്ടാസ്, വിജയരാഘവനൊക്കെയാണ് സാക്ഷികളാവാൻ പറഞ്ഞു. കാരണം കൈരളിയിൽ അതിൻ്റെ തെളിവുകൾ കിടക്കുന്നുണ്ട്. അത് ഏറ്റി താങ്ങിയിട്ട് വരട്ടെ ഒരു കോടതിയിൽ. അല്ലാതെ എന്താ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനോട് പറയാം, വലിയ വായിൽ വർത്താനം പറയേണ്ട വെച്ചിട്ട് ഈ 4 കുറ്റം വെച്ചിട്ട്. കാരണം കുട്ടികൾക്ക് കുറേ സ്നേഹവാത്സല്യങ്ങൾ നൽകാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ 10-15 കൊല്ലമായിട്ട്. അപ്പോൾ അതൊരു മോഹൻദാസ് എന്ന് പറഞ്ഞ ഒരു യോഗ്യതയില്ലാത്ത ആളുകളുടെ മുമ്പിൽ കളഞ്ഞു കുളിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മോഹൻദാസും ഉണ്ട്, നമ്മളെ എന്താ പറയുക ADMൻ്റെ ബോർഡും വെച്ചിരുന്ന സുരേന്ദ്രൻ. ഇത് കാണാൻ തന്നെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തുടർന്ന് നടന്ന നടപടികളാണ്. അന്നൊരു വക്കീലിനെ കണ്ടിട്ട് ഞാൻ പരാതി തയ്യാറായി ഗവൺമെൻറ്റിന് അയച്ചതാണ്. അപ്പോൾ VS അച്യുതാനന്ദൻ്റെയും ഷീല തോമസ് എൻ്റെ എന്നൊക്കെ മറുപടി എനിക്ക് വന്നിരുന്നു. അതൊക്കെ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അവിടെ തോന്നുന്നു. അപ്പോൾ പത്രസമ്മേളനം നടത്തിയിരുന്നു, ഈ ഭൂമി അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ക്ലിയർ ഉണ്ടോയെന്നല്ല ഞാൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ എത്രത്തോളം കാര്യമുണ്ടെന്ന്. അപ്പം മോഹൻദാസിൻ്റെ പടിക്ക് പോയി കുത്തിരിക്കുക വേണ്ട, എങ്ങനെ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ അതുകൊണ്ട് വെറുതെ മലയെപ്പോലെ ഞാൻ കവിത എഴുതിയിട്ട് കാര്യമില്ല. മലയെപ്പോലെ ആ മാടത്ത് മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു, അനതാരിലാശകൾ പോലെ തീയിലോരോരോ മരതക പൂമ്പൂ പൊടിച്ചു വന്നു. അത് വേണമെങ്കിൽ ഞാൻ കാണാതല്ല, ഞാൻ കവിത കണ്ടിട്ടും കാണാതെയും കുറേ ചെല്ലാൻ വയ്ക്കുന്ന ആളാണ്. അതുകൊണ്ട് പത്രത്തിലും ചിത്രത്തിലും ഉണ്ട്, പാത്രത്തിൽ വേണ്ടേ. ഒരു സ്വാമിയുടെ മോഡലുണ്ട്, പുണ്യം കിട്ടുമെന്ന് പൂജാരിയെ പറയാൻ പറ്റും, പുണ്യം കിട്ടിയില്ലെങ്കിലും പൂജാരിയെ പറയാൻ പറ്റും. അതല്ലാതെ ബ്ലാക്ക് മെയിൽ തന്ത്രമൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ പാടെ ഇതൊന്ന് ആ ചങ്ങായിട്ടനെ ആ ചിലവായ കായെങ്കിലും അവർക്ക് വാങ്ങിക്കൊടുക്കട്ടെ. എനിക്ക് കായ് വേണ്ട, പണം വേണ്ട, കണ്ടു വളർന്നതല്ലേ. കണ്ടവനോട് ഉള്ള വാങ്ങണം, കണ്ടവനോട് കടം വാങ്ങണം എന്ന് പറയാം. ഇയാൾ ഈ ചതിച്ചുകൊണ്ടാണ് ഈ മോഹൻദാസ്. അങ്ങനെ ഇങ്ങനത്തെ ആളുകൾക്കൊന്നും IAS കൊടുക്കരുത്. കാരണമുണ്ട്. ഇയാളെ കലക്ടറാന്ന് പറയാൻ തന്നെ നമുക്ക് പോരായ കട. എത്ര താന്ന പരിപാടി ആൾക്കാർ ചെയ്തിരുന്നില്ല. പത്രസമ്മേളനം നടത്തിയാൽ പറയണമെന്നാണ് നമ്മളെ അഭ്യുദയകാംക്ഷികൾ പറയുന്നത്. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഒരു വർഷമൊക്കെ പോരടിച്ച് നിൽക്കുന്നവൻ കുറേയൊക്കെ നല്ലവരാവും. പക്ഷെ ഒരു ജീവിതം മുഴുവൻ പോരടിച്ച് നിൽക്കുമ്പോൾ അവരാവും എന്തിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് കഥ പറയല്ല വേണ്ട. ഒരു ദിവസം പോരടിപ്പോർ അവരെത്ര നല്ലവർ, ഒരു വർഷം പോരടിപ്പോർ അവർ അതിലേറെ നല്ലവർ. എന്നാൽ മറക്കായിക ഒരു ജീവിതം മുഴുവൻ പോരിന്നു പോരോ അവരത്രേ പോരിൻ്റെ താരവും സത്തയും. അപ്പോൾ ഇവർക്ക് പെൻഷൻ ശമ്പളം പെൻഷനൊക്കെ ഉണ്ട്. എന്തെല്ലാം ദുഷ്ടത്തിൽ അതിനോടനുബന്ധിച്ച് അയാൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതൊക്കെ ഇത് കൂടെ വിളിച്ചു പറയാൻ ഇതില്ല. അയാളെ തുണക്കാരത്തി ഉണ്ടായിരുന്നു ഒരു ബാങ്ക് പ്രസിഡൻറ്റ്. എടുക്കാത്ത ലോണിൻ്റെ പേരും പറഞ്ഞിട്ട് എന്നെ മിരട്ടി ജപ്തിക്ക് വന്നിരുന്നു. അതിൻ്റെ പേര് പറയാണ്ട്. പിന്നെ അയാളെ തുണക്കാരുണ്ടായിരുന്നു ഇവിടെ. ഒരു ചെയർമാനും ഉണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ. പിന്നെന്താ ഒരു കോൺഗ്രസ്സുകാരൻ ഞങ്ങൾ ഉണ്ടായിരുന്നു, ഒരു മുനിസിപ്പാലിറ്റിക്കാരൻ മലപ്പുറത്ത് അവൻ. പിന്നെ അത് പോരായിട്ട് അയാളൊരു ചിങ്കിടി ഉണ്ടായിരുന്നു, ഒരു പക്ക എന്താ പറയുക തവള ജീവിതം. തവളയെ താമരയാണ്, കാരണം മനസ്സിലായില്ലേ, ഫുള്ള് വെള്ളത്തിൽ. അപ്പോൾ അയാൾ വന്നിട്ട് ചെയ്തൊക്കെ വിളിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം വേണം. അപ്പോൾ അതുകൊണ്ട് ഒക്കെപ്പാടെ പെടുന്നത് ഇല്ല. തിരഞ്ഞെടുപ്പായിട്ട് ബോധപൂർവമല്ല, ചരിത്രത്തിൽ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വഴിക്കടവിൽ എങ്ങനെ വരേണ്ടതെന്നുള്ളത് തീരുമാനിക്കാം. കാരണം ഇങ്ങനെ കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നത്.
ഞാനോ കുഞ്ഞിരാമൻ കൂടി കുടുങ്ങിയിട്ടാണ് ഗൾഫിൽ അവിടെ ഇവിടെയൊക്കെ പോയതിനു ശേഷം കടത്തിലും കള്ളിയൊക്കെ ആയിട്ടാണ്. മുതൽ കണ്ടമാനം കണ്ട് പുതിയ കെട്ട ആളെന്നെയാണ്, പണ്ട് കാര്യമില്ലല്ലോ കൊത്തിക്കളച്ച്. ഇനിയിപ്പോൾ മലയാള മനോരമയിലെ മഹേഷ് ഗുപ്തനോട് ചോദിച്ചു നോക്കുന്നുണ്ട്, മൂപ്പര് അദാനി ഗ്രൂപ്പിലുണ്ട്. ഫോൺ നമ്പർ വേണമെങ്കിൽ അത് തന്നെ പറയാം. അന്ന് നമ്മളൊരു മാത്യു കദളിക്കാടുണ്ടായിരുന്നു ഇവിടെ പ്രസ് ക്ലബിൽ സെക്രട്ടറി, മലയാള മനോരമക്കാരൻ പൂർത്ത. അയാളൊക്കെ പൈസ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ പാടെ പരാതി കൊടുത്തത്. അതിൽ നമ്മുടെ ഷാജീൻ്റെ മറ്റേ പൗരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ കേട്ടെ, കെ വി ഷാജി നമ്മൾ അൻവറിൻ്റെ പിന്നാലെ നടക്കണം. അവിടേക്കൊന്നും നമ്മൾ കിടക്കണില്ല, അന്ന് രാഷ്ട്രീയം അല്ലാത്തതുകൊണ്ട്. അതൊക്കെ അരാഷ്ട്രീയം മാത്രമല്ല, കച്ചവടക്കാരൊക്കെ പാടെ എന്തെങ്കിലും കൂട്ടിക്കോട്ടെ. അപ്പോൾ ഇതിലൊക്കെ നമ്മളെ സദുദ്ദേശപരമായ കുറേ കാര്യങ്ങളുണ്ട്, അത് മുഴുവനൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ. നമുക്ക് അത്രമാത്രമൊന്നും ഇവരോട് പോരടിക്കേണ്ട കാര്യമില്ല. ഒരു 1.5 കൊല്ലാണ് കൊത്തിക്കളിച്ച് 10-60 തരം വാഴ, 10-60 തരം വഴുതന, വെണ്ട, നവരനെല്ലുണ്ടാക്കി 5-8 മന്ത്രിമാർ പിടിച്ചു നോക്കി. ബിനോയ് വിശ്വം വന്നു, പാലോളി 9 കുട്ടി വന്നു. അപ്പോൾ ആ സമയത്താണ് VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭ പോകുന്നത്. അച്യുതാനന്ദനോട് ഞാൻ സംസാരിച്ച് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഷീല തോമസ് സഖാവ് വന്നത്. അതൊന്നും ഈ മോഹൻദാസിന് അറിയില്ല. മോഹൻദാസിനെ എന്നിട്ടോ കളക്ടറാക്കിയിട്ടല്ല പാലക്കാട്ടേക്ക് വിട്ടത്, കഞ്ചിക്കോടിലെ സ്പെഷ്യൽ ഓഫീസറാക്കിയിട്ട്. അയാൾ പാലോളി പോകുമ്പോഴത്തെ കയ്യിൻ്റെ അടി കടന്നിട്ടാണ് അയാൾ കളക്ടറായിട്ട് വാങ്ങിയത്. പിന്നെ അയാൾ ചെയ്തു, പിന്നെ ചരിത്രം. പിന്നെ അയാളെ പറ്റിയിട്ട് പരാതികൾ പരമാവധി പൊന്തിയപ്പോൾ ഇവരൊക്കെപ്പാടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയതിന് അയാൾ എൻ്റെ ഈ സാധുവിൻ്റെ കുറേ വാഴയും ചേനയും പൂളിയും വഴുതനയും വണ്ടി നശിപ്പിച്ചിട്ട് അയാൾക്കെന്ത് പുണ്യം കിട്ടാനാ? എന്തായാലും അയാളുടെ ഒരു 3-4 ലക്ഷം ഉറുപ്പ്യേൻ്റെ ഉള്ളിൽ മുടിപ്പിച്ചു അയാളെ വരെ പോയത് കുത്തിരിഞ്ഞ് ഞാൻ വാങ്ങുന്നത് ചെയ്യും. അല്ല എൻ്റെ കുട്ടികളും മക്കളുണ്ട്. ഇപ്പം മാതൃസമിതി പറഞ്ഞിട്ട് ഓളയും കൂട്ടുന്നുണ്ട്. ഇത്ര അതെവിടെ പോയിരിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അയാൾ കയ്യേറി ഭൂമിയിലാവും ചിലപ്പോൾ. അപ്പോൾ ഓക്കെ, തുടരുക വേണ്ട, തുടങ്ങുക വേണ്ടേ? അതായത് സമരം പ്രശ്നപരിഹാരമല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് അധികാരികളെ ഓർമ്മപ്പെടുത്തുവാനുള്ള മാർഗ്ഗം മാത്രമാണത്. ചെറിയ സ്വരാജനെ ഞാൻ അല്ലേ. നമ്മുടെ രാഷ്ട്രീയ നാട്ടുകാർക്ക് വിദ്യാഭ്യാസമാകണം. കുറ്റപ്പെടുത്തലുകളല്ല വേണ്ടത്, പരിഹാരങ്ങളാണ് വേണ്ടത്. ചെയ്യുന്നത് ചെറുതായിരിക്കും, അത് ചെയ്യുന്നു, അതാണ് വലുത്. എന്താണ് രാഷ്ട്രീയം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ചുറ്റിക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കൊല്ലനെ ഇനി നിയന്ത്രിക്കാൻ ആരുമില്ല അന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കൊല്ലനെ നിർമ്മിക്കാനും കോടതിക്ക് നിയന്ത്രിക്കാനാണ് ചുറ്റിക. അരുവാളോ നെല്ലരിയാനും പുല്ലരിയാനും അധ്വാനത്തിൻ്റെ പ്രത്യേക ശാസ്ത്രം. ജാതി മത വർഗ്ഗങ്ങൾക്ക് ഞങ്ങൾ അതികൂതരമാണ്, അതാണ് നക്ഷത്രം. ചുറ്റിക അരുവാൾ നക്ഷത്രം മലയാളത്തിലെ സമരം പ്രശ്നപരിഹാരമല്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് വിദ്യാഭ്യാസമാകുന്ന രാഷ്ട്രീയമായിരിക്കണം നമ്മുടെ യാത്രയുടെ ഉദ്ദേശം. അപ്പോൾ അപശന്മാരാർത്തന്മാർ ആലൻബഹീനന്മാരവരുടെ സങ്കടമിവിടെയറിയും. അവരാർദ്രചിത്തന്മാർ അപഹാസപാത്രങ്ങൾ അവരുടെ ദുരിതങ്ങൾ ഇവിടൊടുങ്ങും. അവരാർദ്രനഗ്നന്മാർ താപമഗ്നന്മാർ അവരുടെ പട്ടിണി ഇവിടെയറിയും. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ? പതിതരോ നിങ്ങൾ തൻ പിന്മുറക്കാർ, പതിതരോ നിങ്ങൾ തൻ പിന്മുറക്കാർ. അപ്പോൾ റവന്യൂവിലാണ് കുറേ ജമ്മികളുള്ളത്, മനസ്സിലായില്ലേ? റവന്യൂ ഭീകരന്മാരെ റവന്യൂ വിപത്തിനെ കണ്ടിട്ടില്ലേ? ഭൂമി തരം മാറ്റി കൊടുക്കാന്ന്. ഈ തരം താന്ന ആളുകളുടെ പണിയാണത്. ഇതിലുള്ള ചെങ്കിടികളാണ് പിറ്റൊക്കെ ഭൂമി തരം മാറ്റി. അത്ര തരം താന്നവരുടെ പണി. നല്ലൊരു ഭൂമി ഞാൻ തരം മാറ്റി കൊടുത്താണ്. ഒരുപാട് ആളുകൾക്ക് ഗോമൂത്രം, ചാണകപ്പൊടി, അത് മണ്ണാർക്കാടിൻ്റെ അമ്മായിയുടെ വീട്ടിൽ നിന്നാണ്. മണ്ണാർക്കാട് ഞങ്ങൾ തറവാട്ടിൽ നിന്നാണ് ഞാൻ ഈ കദളിയും ചെങ്കദളിയും കുന്നമ്പാഴയൊക്കെ കൊടുത്തിട്ട് അവിടെ പണ്ടാറടക്കിയത്. ആ ചങ്ങായി അതൊക്കെ നശിപ്പിച്ചു. ആ വഴുതന എത്ര പോകുന്നൊരു വഴുതന ഉണ്ടായിരുന്നു. ഇനി വേണ്ട, പാലത്തുംപടി അതുണ്ട്, നമ്മളെ വഴിക്കടവാരം. അയാളെ വിളിച്ചോളുണ്ട്. മാതൃഭൂമിയുടെ ഫ്രണ്ടിൽ വന്നതാണ്. ഞാൻ കൊടുത്തൊരു പിടി നെല്ലുകൊണ്ടാണ് അയാൾ 100 കിലോ അവാർഡ് വാങ്ങിയത്. ആ നെല്ലും അയാൾ നശിപ്പിച്ചു. ഒരു പിടി നെല്ലുകൊണ്ട് ഞാൻ 112 കിലോ ഉണ്ടാക്കിയിരുന്നു. അതിലേക്ക് വെള്ളം പാർന്നു. പിന്നെ അതുപോലെ തന്നെ അയാളെ കുറേ ചിങ്കിടികളുണ്ടായിരുന്നു. പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ചങ്ങായി ഉണ്ടായിരുന്നു, റവന്യൂവിലുള്ളൊരു കിങ്കരൻ. ഈ റവന്യൂ ചിങ്കിടിയെ കൊണ്ടാണ് വെണ്ണൂറും വളപ്പൊടിൻ്റെ കൈക്കോട്ടും മടലൊക്കെ വെച്ച് പൂട്ടിയതിൽ. എന്നിട്ട് വേണമെന്ന് പറഞ്ഞാൽ അപ്പം അടുത്ത് മരിച്ച ചങ്ങായിയുണ്ട്. ആ ചങ്ങായും കൊണ്ടാണ് കണ്ട സാധനങ്ങൾ അവിടെ നിന്ന് കടത്തി. അതിൽ സുരേന്ദ്രൻ്റെ പങ്കുണ്ട്, ADM-ൻ്റെ. അപ്പോൾ ഇവറ്റൊക്കെ കോടതി കയറി നോക്കാമല്ലോ. ഞാൻ ഇവിടെ നിന്ന് പിരിക്കും. തുടരുന്ന് പറഞ്ഞ് നിർത്തണം. എങ്ങനെ വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ഒരുങ്ങിയിരുന്നുള്ളൂ, ഞങ്ങളുടെ വരുന്നുണ്ട്.